നിന്റെ ഭർത്താവ് എന്തായാലും ഗൾഫിലല്ലേ, നിനക്ക് ഞാൻ നല്ല 2-3 സൂത്രങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞത് സ്വന്തം മകളുടെ അമ്മായിയമ്മ. എന്തായാലും മരുമകനും അതിനകത്ത് ചേരുമെന്നൊന്നും നമുക്കറിയില്ല. ലിസിയുടെ മെയിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മാഡം, എൻ്റെ പേര് ലിസി. എനിക്ക് 45 വയസ്സുണ്ട്. എൻ്റെ ഹസ്ബൻഡ് വർഷങ്ങളായി ഗൾഫിലാണ്. ഞങ്ങൾക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ. അവൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കോളേജിനടുത്തുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ചെക്കനുമായി പ്രണയത്തിലായി. ആദ്യ ദിവസം തന്നെ അവൾ ഞങ്ങളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ലീവിന് വന്നപ്പോൾ ആ വീട്ടിൽ പോയി ഞങ്ങൾ അന്വേഷിച്ചു. അത് ഓക്കെ ആയിരുന്നു. ആ വീട്ടുകാർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ചെക്കന് അമ്മ മാത്രമേ ഉള്ളൂ. അവർക്ക് 100% സമ്മതം. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ ഗ്യാപ്പിൽ ആ വിവാഹം നടന്നു. പിന്നീടാണ് അവൾ PGക്ക് പഠിക്കാൻ പോയി തുടങ്ങിയത്. ഇപ്പോൾ PG കംപ്ലീറ്റ് ആക്കി. ഇതിനിടയ്ക്ക് എൻ്റെ വീട്ടിൽ ഞാൻ തനിയാണ് മിക്ക ദിവസവും. കാരണം എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് പറഞ്ഞല്ലോ, ബിസിനസ്സാണ്. അവിടുന്ന് നാട്ടിൽ വന്ന് സെറ്റിലാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യില്ല. എന്നെയും മോളെയും കൂടെ അവിടെ പലവട്ടം കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ സ്ഥിരമായി നിങ്ങൾ എൻ്റെ കൂടെ വേണമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ബഡ്ജറ്റിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ സാമ്പത്തിക നില അത്യാവശ്യം നല്ലതുമാണ്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അന്യരാജ്യക്കാരിയായ ഒരു സ്ത്രീയുമായിട്ട് പുള്ളിക്ക് അടുപ്പമുണ്ടെന്ന്. എൻ്റെ വീട്ടിലാണെങ്കിൽ എന്നെ അധികം സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളൊക്കെ നേരത്തെ മരിച്ചു പോയതാണ്. അപ്പോൾ വെറുതെ ഉടക്കൊന്നും ഉണ്ടാക്കണ്ട, ഇഷ്ടം പോലെ പണം അയച്ചു തരുന്നുണ്ട്. മകളെയും വളർത്തി ഇവിടെ ജീവിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ കാര്യങ്ങൾ ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ഭർത്താവ് അവിടെയും ഇവിടെയും തൊടാതെയാണ് സംസാരിച്ചത്. എങ്കിലും എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു 2ാം സ്ഥാനം മാത്രമേ ഉള്ളെന്ന്. ഞാനത് അധികം ആരോടും ഒന്നും പറയാൻ പോയില്ല. മകളെയും വളർത്തി അത്യാവശ്യം പണമുള്ളതുകൊണ്ട് എല്ലാം സഹിക്കാമെന്ന് വെച്ച് ഞാൻ സഹിച്ച് ജീവിച്ച ഒരു സ്ത്രീയാണ്. പിന്നീട് ഞാൻ ഒന്നും പറഞ്ഞില്ല. വരുന്നെങ്കിൽ വരട്ടെ, പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ച് വഴക്കുണ്ടാക്കാതെ നിന്നു. മോളുടെ കല്യാണം കഴിഞ്ഞല്ലോ. അവിടുത്തെ അമ്മയ്ക്ക് ഭർത്താവില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോയെന്നാണ് അവിടുത്തെ അമ്മ ഞങ്ങളോട് പറഞ്ഞത്. അധികം ബന്ധുക്കളൊന്നുമില്ലാത്ത ഒരു സാധാരണ കല്യാണമായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞതിൽ പിന്നെ ആ സ്ത്രീയും ഞാനും തമ്മിൽ ഒത്തിരി അടുത്തു. 2 അമ്മായിമാർ അടുത്ത് കഴിയുന്നത് നല്ലതല്ലേ? എൻ്റെ മോളെ അവരുടെ വീട്ടിലേക്കല്ലേ കെട്ടിച്ചയച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പല സ്ഥലങ്ങളിലും യാത്ര പോകാൻ തുടങ്ങി. അവസാനം ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അവരോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ വീട്ടിൽ നടക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ഭർത്താവ് പണ്ട് തൊട്ടേ ഈ ഒരു സ്വഭാവമുള്ളതാണ്. അങ്ങേർക്ക് വേറെന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം സഹിച്ച് ഞാൻ വീട്ടിൽ ജീവിച്ചു. മകളെ കല്യാണം കഴിച്ചു കൊടുത്തു എന്നൊക്കെ അറിയാതെ എൻ്റെ വായിൽ നിന്ന് വന്നുപോയി. അല്ലെങ്കിലും സ്ത്രീകളും തമ്മിൽ ചേർന്ന് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞാൽ ഉള്ളതെല്ലാം അറിയാതെ വായിന്ന് വരും. അത് പിന്നെ പ്രശ്നമാകുകയും ചെയ്യും. എനിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബദ്ധമായോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർ എന്നോട് പറഞ്ഞു, അതൊന്നും സാരമില്ല, ആണുങ്ങളല്ലേ, എല്ലാം കണക്കാ. എങ്കിൽ ഞാനും ഒരു കാര്യം പറയാം. എൻ്റെ മകളുടെ അച്ഛൻ മരിച്ചിട്ടില്ല. അയാൾ വേറെ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. അയാൾക്ക് പക്ഷേ ഗൾഫിലൊന്നും ആയിരുന്നില്ല ജോലി, ഇവിടെ തന്നെയായിരുന്നു. ഒരു വട്ടം അങ്ങനെയുടെ ഒരു അവിഹിത ബന്ധം ഞാൻ കണ്ടുപിടിച്ചു. എന്തായാലും എൻ്റെ കൺമുന്നിൽ നടന്നല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 പേർക്കും അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ബുദ്ധിമുട്ടിയിട്ട് എൻ്റെ കൂടെ ജീവിക്കേണ്ട കാര്യമില്ല, 2 പേരും കൂടെ അങ്ങ് ജീവിച്ചോ എന്ന് പറഞ്ഞു. സാമ്പത്തികമോർത്ത് നീ അഡ്ജസ്റ്റ് ചെയ്ത പോലെ ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യം സമ്പത്ത് വേണം മക്കളെ വളർത്താൻ. അത് കഴിഞ്ഞ് നിങ്ങളുടെ പാട് നോക്കിക്കോ എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുകയായിരുന്നു. ഞാനത് കേട്ട് മൂക്കത്ത് വിരൽ വെച്ചു. ചേച്ചി എങ്ങനെയാണ് അത്രയ്ക്കും ധൈര്യമുള്ള തീരുമാനമെടുത്തത്? പിന്നെ ഞാനെന്ത് വേണമായിരുന്നു? എടി, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവന്മാർ കല്യാണം കഴിക്കുന്നു, നമ്മൾ വീട്ടിൽ കിടന്ന് ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷേ ഇവർ പുറത്തിറങ്ങി പലയിടത്തുനിന്നും പല സാഹചര്യങ്ങളും ഉണ്ടാക്കി കണ്ടുപിടിച്ച് ജീവിതം എൻജോയ് ചെയ്യുന്നു. നമ്മൾ നോക്കുമ്പോൾ ഈ കോന്തന്മാരെക്കാൾ എത്രയോ സുന്ദരന്മാർ നമ്മളോട് സ്നേഹം നടിച്ചു വന്നിരിക്കുന്നു. പക്ഷേ നമുക്ക് വിധിച്ചത് ഇത്. ഇവരാണെങ്കിലോ പോയി അർമാദിക്കുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മളെന്തിനാണ് നമ്മളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? ഇങ്ങനെ ഓർത്ത് വീട്ടിൽ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോകും, നമ്മുടെ സന്തോഷം
നടക്കില്ല. പോകുന്നവൻ ഒരു വഴിക്കങ്ങ് പോകട്ടെ. അത്യാവശ്യ പണമുണ്ട്. പിന്നെ ഞാൻ തീരുമാനിച്ചു, ഇനി ഭർത്താവ് വേണ്ട. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആണുങ്ങളുണ്ടല്ലോ, അവരെ ഇടയ്ക്കിടയ്ക്ക് കാണാം. അയ്യോ ചേച്ചി, അങ്ങനെയൊക്കെ ചേച്ചിക്കുണ്ടായിരുന്നോ? ആഹാ, ഉണ്ടായിരുന്നോ? എനിക്കിപ്പോഴും ഉണ്ട്. നിൻ്റെ ഭർത്താവ് ഗൾഫിലല്ലേ? ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. എന്താ ചേച്ചി? എടി, ഇത്രയും നാൾ അവൻ ഏതോ ഒരു പെണ്ണുമായിട്ട് അവിടെ ഉല്ലസിച്ചു. നിനക്ക് ഇത്രയും പ്രായമായി. ഇനിയിപ്പം നിനക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10 വർഷം ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ നിൻ്റെ ഫ്യൂസ് പോകും. അവന്മാരുടെ ഫ്യൂസ് അപ്പോഴെങ്ങാനും പോകുമോ? ഒട്ടും പോകില്ല. അവര് ഇങ്ങനെ നടക്കും. ഫ്യൂസ് കത്തിത്തീരാത്ത ഇനമാണ് ആണുങ്ങളെന്ന് അറിയില്ലേ? ഒരു കാര്യം നീ ആലോചിച്ച് നോക്ക്. കണ്ടിടത്തെല്ലാം നിരങ്ങിയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോഴേക്കും നമ്മൾ സ്വീകരിക്കുകയാണ്. എന്തിന്? നമ്മളെന്താ ഒഴുകുന്ന ഓടയോ? അതല്ല, നിൻ്റെ ഭർത്താവിന് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താ? വെറുപ്പാണോ? എൻ്റെ പൊന്നു ചേച്ചി, ഒരു വെറുപ്പുമില്ല. ഇപ്പോൾ വന്നെന്ന് പറഞ്ഞാലും ഭയങ്കര ആക്റ്റീവാണ്. എന്നെ സ്നേഹിച്ചങ്ങ് കൊല്ലും. കള്ളൻ. ഇതാണ് ആണുങ്ങളുടെ മറിമായം. അവന്മാർ ചിലപ്പോൾ 1 മണിക്കൂർ മുന്നേ ഒരു സ്ത്രീയെ കണ്ടിരിക്കാം. പക്ഷേ അന്ന് ഭാര്യയുടെ അടുത്ത് വരുമ്പോഴേക്കും അമിത സ്നേഹപ്രകടനങ്ങളാണ്. അപ്പോൾ ഭാര്യ എന്താ ഓർക്കുന്നത്? അയ്യോ, എൻ്റെ ചേട്ടൻ എൻ്റെ കണക്കിൽ നിന്ന് മാത്രമേ വെള്ളം കുടിക്കൂ എന്ന് വിചാരിച്ച് മുകളിലേക്ക് നോക്കി. എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടനല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞ് അവന്മാരെ പ്രോത്സാഹിപ്പിക്കും. അവന്മാർ ഉള്ളിൽ ചിരിക്കും. അവർക്കെന്താ? നിത്യത്തൊഴിൽ അഭ്യാസം. ഇവിടെയും അങ്ങനെ തന്നെ, അവിടെയും അങ്ങനെ തന്നെ. ഇങ്ങനെയുള്ള ലോകത്ത് നമ്മൾ നല്ലവളായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം സാധിക്കാനാണ്? അതുകൊണ്ട് ഭർത്താവ് അങ്ങോട്ട് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത്രയും കാലം പതിവ്രതയായി ജീവിച്ചതിൻ്റെ എല്ലാ കേടും ഞാൻ തീർത്തത് മാത്രമല്ല, തീർത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ചേച്ചിയുടെ അത്ര ധൈര്യമൊന്നും എനിക്കില്ല. ശരിക്കും നീയാണ് ധൈര്യം കാണിക്കേണ്ടത്. ഇപ്പോഴും അവൻ അവിടെ നിന്ന് വന്നിട്ട് നിന്നോട് ആക്റ്റീവായിട്ട് നീ മിടിക്കുകയാണെങ്കിൽ ഇത്രയും നാൾ അവനെ സഹിച്ചതിന് ബദലായിട്ട് നല്ല കിളന്ന പയ്യന്മാരെ, സൗന്ദര്യമുള്ള പയ്യന്മാരെ കണ്ടുപിടിക്കണം. പിന്നെ അത് അവനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം കൊണ്ടു നടക്കണം. ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത്? അതേടി, സ്ത്രീകൾക്കും പ്രതികാരം വേണം. എൻ്റെ ഭർത്താവിനെ അത്ര പെട്ടെന്ന് പറഞ്ഞു വിടണ്ടെന്ന് എനിക്ക് പിന്നീട് തോന്നി. അതെന്താ ചേച്ചി, സ്നേഹമുള്ളത് കൊണ്ടാണോ? സ്നേഹമുള്ളത് കൊണ്ടല്ല. അവൻ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഒരു പയ്യനെ ഞാൻ മീറ്റപ്പിന് വിളിച്ചു വരുത്തും. അത് കഴിഞ്ഞിട്ട് ഭർത്താവ് വരട്ടിടി. കഴിച്ചിട്ട് ബാക്കി വെച്ച ഭക്ഷണം വർഷങ്ങളായി നമ്മൾ കഴിക്കല്ലേ, പിന്നീട് അങ്ങേരും അങ്ങ് കഴിക്കട്ടെ എന്ന് വിചാരിക്കണം. പക്ഷേ എനിക്കതിന് പറ്റിയില്ല. നിനക്ക് അതിന് പറ്റിയ സന്ദർഭമാണ്. ചേച്ചി എന്നെ വഴിതെറ്റിക്കാൻ നോക്കുകയാണോ? എടി, ഓൾറെഡി വഴിതെറ്റി നിൻ്റെ ഭർത്താവിനെ നീ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ വഴിതെറ്റിയാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോഴാണെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട്. മോള് എൻ്റെ വീട്ടിലേക്ക് വന്നു. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. നീ തനിയേ ഉള്ളൂ. ഭർത്താവ് വല്ലപ്പോഴും മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പോൾ നിനക്ക് പണ്ടത്തെ പോലെയല്ല, ഇനിയും പല കാര്യങ്ങളും എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഓർക്കുക, ഫ്യൂസ് പോകാൻ ഇനി കുറച്ച് വർഷം കൂടെ മാത്രമേ ഉള്ളൂ എന്ന്. എന്താ ചേച്ചി ഫ്യൂസ് പോകാമെന്ന് പറഞ്ഞാൽ? അവക്കൊന്നും അറിയില്ല. എടി, സ്ത്രീകൾക്ക് ഒരു 19 വയസ്സാകുമ്പോഴേക്കും അവരുടെ താല്പര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പിന്നീട് വെറുതെ അവരങ്ങ് ജീവിക്കും. അങ്ങനെയൊന്നുമില്ല ചേച്ചി. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു സ്ത്രീ ഉണ്ടല്ലോ, 10-65 വയസ്സായിട്ടും ഇപ്പോഴും ആൺപിള്ളേരുടെ കൂടെ കറങ്ങാൻ പോകുന്നത് കാണാം. അങ്ങനെയുള്ള സ്ത്രീകൾ ഭാഗ്യവതികളാടി. എല്ലാവർക്കും അത് കിട്ടത്തില്ല. ചേച്ചി പറഞ്ഞതിൽ കാര്യമുണ്ട്. പക്ഷേ എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചാലും എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള സാഹചര്യം അവിടെ ഇല്ല. എല്ലാവർക്കും എന്നെ അറിയാം. അടുത്തുള്ള വീട്ടുകാരൊക്കെ എന്നെ നോക്കും. അതുകൊണ്ട് ഒന്നും പറ്റില്ല ചേച്ചി. എൻ്റെ ദൈവമേ, ഇവിടേക്ക് ഞാൻ എന്തു പറഞ്ഞ് ഉത്തേജിപ്പിക്കാനാണ്? എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ കൂടെ വന്ന് താമസിക്കാം. അതാകുമ്പോൾ എൻ്റെ മോനും നിൻ്റെ മോൾക്കും യാതൊരു സംശയം ഉണ്ടാകില്ല. പിന്നെ രണ്ടുപേരും മതവിധമായതുകൊണ്ട് എവിടെയെങ്കിലും കറങ്ങി നടക്കും. അല്ലെങ്കിൽ തനിയുണ്ടെങ്കിൽ അവരും ജോളി. അല്ല ചേച്ചി, എൻ്റെ വീട്ടിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാകാം? അതിനല്ലേ ഞാൻ വരുന്നത്. എനിക്ക് അറിയാവുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ ചേച്ചി. അത് റിസ്ക്കാണ്. അയലത്തുള്ളവർ ശ്രദ്ധിക്കും. എടി, അതാണ് വലിയ കാര്യം. ഞാൻ അവിടെ ഉള്ളപ്പോഴല്ലേ ആരെങ്കിലും അതിഥികൾ വരുന്നത്. അപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നീ പറയണം, എൻ്റെ മോളുടെ അമ്മായിമ്മയുടെ ബന്ധുക്കളാണ്. പുള്ളിക്കാരിക്ക് ഒത്തിരി അനിത്യമാരും ബന്ധുക്കളും ഒക്കെയുണ്ട്. അവരുടെ മക്കളൊക്കെ കാണാൻ വരുന്നത് അവിടെ പോയാലും. അങ്ങനെ വലിയൊരു കുടുംബം അവരുടേത് എന്നൊക്കെ പറഞ്ഞ് നീ അങ്ങ് പൊലിപ്പിക്കണം. അങ്ങനെ ഈ ചെക്കന്മാരൊക്കെ വരുമ്പോഴില്ലേ, എൻ്റെ ആങ്ങളുടെ മക്കളാണെന്നോ അല്ലെങ്കിൽ ചേട്ടൻ്റെ മക്കളാണെന്നോ കുഞ്ഞമ്മയുടെ മോനാണെന്നോ എന്തേലുമൊക്കെ നീ അങ്ങ് പറയണം. എല്ലാം എൻ്റെ മുകളിൽ പഴിചാരിയാൽ മതി. കാര്യം ഞാനവിടെ നിൽക്കുമ്പോൾ മാത്രമല്ലേ വരുന്നുള്ളൂ. ശീലാവതിയായി നീ നിൽക്കുമ്പോൾ ആരും വരുന്നില്ലല്ലോ. ചേച്ചി എന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുത്തുകയല്ലേ?
ചേച്ചിയെ പോലെ അത്ര വലിയ ധൈര്യമൊന്നും എനിക്കില്ല. ആ, ധൈര്യമില്ല, പക്ഷെ നിനക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. തോന്നുന്നു. എന്തായാലും നമുക്ക് പതുക്കെ അടിത്തട്ട് ഒന്ന് ഇളക്കി നോക്കാം, അപ്പം അറിയാം താല്പര്യമുണ്ടോയെന്ന്. എന്നാലും ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? മക്കളറിയുമോ? പിന്നെ എൻ്റെ സ്വന്തം മോൻ അപ്പുറത്തെ മുറിയിലുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പുറത്ത് വർഷങ്ങളായിട്ട് എൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതയായിരിക്കുന്നു. ഇന്ന് വരെ മകൻ അറിഞ്ഞിട്ടേ ഇല്ല. എന്നാലും എൻ്റെ പൊന്നു ചേച്ചി, അത്ര റിസ്ക് ഒക്കെ എടുക്കാൻ എങ്ങനെ തോന്നി? എടുക്കൂടി. എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എടുക്കും. ആ രംഗങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. വേണ്ട എന്ന് തോന്നുന്നിടം വരെ ഇത് നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മോളുടെ അമ്മായിമ്മ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നു. എങ്കിലും പുള്ളിക്കാരി പറഞ്ഞ പല വാക്കുകളും എൻ്റെ ഉറങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളെയും ഉജ്ജീവിപ്പിക്കുന്നതായിരുന്നു. കൊള്ളാം. ഒരു കണക്കിന് നോക്കുമ്പോൾ ഭർത്താക്കന്മാരോട് ഈ കാര്യത്തിൽ പ്രതികാരം ചെയ്യണം. കാര്യം അവർക്ക് എല്ലാം കിട്ടുന്നു, എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ആദ്യകാലങ്ങളിൽ എൻ്റെ ഭർത്താവാണ് സ്വർഗം എന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചു. പിന്നീട് അങ്ങനെയല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ അടിത്തട്ടിൽ ഒരിളക്കവും സംഭവിക്കുന്നില്ല. ഇനിയും ചിലപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടിത്തട്ടിൽ ഭൂകമ്പം ഇളകി സുനാമി ഉണ്ടായാലോ? ചേച്ചി പറഞ്ഞത് നല്ലൊരു ഐഡിയ എന്നെനിക്ക് തോന്നി. പക്ഷേ എനിക്കിത്തിരി പേടിയുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് പക്ഷേ ഒരു പേടിയുമില്ല. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വരും. ആദ്യത്തെ 2-3 ദിവസം ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. എടീ, നിനക്കൊരു കുട്ടിയേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, പിന്നീട് ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. നിനക്കാണോ അതോ അവനാണോ കുഴപ്പം? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല. പുള്ളി നിർബന്ധിച്ചിട്ടുമില്ല, ഞാൻ പോയിട്ടുമില്ല. അത് വല്ലാത്തൊരു മണ്ടത്തരമായി പോയി. എന്തായാലും നിനക്ക് ഇപ്പോഴും ഇത്തിരി പ്രശ്നമുള്ള പ്രായമാണ്, സൂക്ഷിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? അതൊന്നെങ്കിൽ നമുക്ക് ഡേറ്റ് നോക്കാം, അല്ലെങ്കിൽ സുരക്ഷാ കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരാൻ പിള്ളേരോട് പറയാം. അതൊക്കെ റിസ്ക് അല്ലേ ചേച്ചി? എടീ, അതൊക്കെ റിസ്ക് ഒഴിവാക്കാനാണ്. വിയർക്കാതെ അപ്പം തിന്നാൻ പറ്റില്ലെന്ന് നീ കേട്ടിട്ടില്ലേ മോളെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഒന്ന് നുള്ളി. എനിക്കപ്പോൾ തോന്നി പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു ഫീലിംഗ് ആണെന്ന്. അന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്ത് മെച്ചപ്പെട്ടേനെ. 4-ാം വട്ടം വൈകിട്ട് 4 മണിയായപ്പോൾ ചേച്ചി വന്നു. മോളെ, ഇന്ന് ആദ്യത്തെ അതിഥി വരും കേട്ടോ. ആരാ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ നീ വരുമ്പോൾ കണ്ടാൽ മതിയെന്ന്. അത് ശരിയാകില്ല. കാര്യം എനിക്കിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ആർക്കറിയാം? അതൊന്നും കുഴപ്പമില്ല. നീ ഇപ്പോഴും സുന്ദരിയല്ലേ. ഇനി വരുന്നവനെ നിനക്കിഷ്ടമായില്ല, അല്ലെങ്കിൽ വരുന്നവന് നിന്നെ ഇഷ്ടമായില്ല എങ്കിലൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ ഉണ്ടല്ലോ. അവനെന്നെ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ അവനും ഞാനും തമ്മിൽ ഇവിടെ ഒരു 2 മണിക്കൂർ ചെലവഴിക്കും. നിനക്കത് ഒരു സമാശ്വാസ സമ്മാനം പോലെ തോന്നും. എല്ലാം ഒന്ന് കണ്ടുപിടിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അവരുടേത് ഒരു ഓപ്ഷനാണ്, ഒരു പ്ലാൻ അല്ലെങ്കിൽ വേറൊരു പ്ലാൻ എപ്പോഴും പുള്ളിക്കാരിക്കുണ്ട്. എങ്ങനെയാണ് ഓരോ പ്ലാനുകളും മുൻകൂട്ടി ചിന്തിക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ ഓർത്തു. എന്തായാലും 7-8 മണിയായപ്പോഴേക്കും ഒരു പയ്യൻ വന്നു. അവൻ കാറിലാണ് വന്നത്. കാറ് മുറ്റത്തേക്ക് കയറ്റിയിടാൻ ചേച്ചി പറഞ്ഞു. അവൻ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മരുമകൻ്റെ അതേ പ്രായമാണ്. നല്ല പ്രൗഢിയും സൗന്ദര്യവും ആരോഗ്യമുള്ള ഒരു ചെക്കൻ. നേരത്തെ തന്നെ ചേച്ചിക്ക് അവനെ അറിയാവുന്നതുകൊണ്ട് ചേച്ചിയും അവനും കൂടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഞാൻ ചായ വേണമെന്ന് ചോദിച്ചിട്ട് അവന് ചായ ഇട്ട് കൊടുത്തു. രാത്രിയിൽ അത്താഴമൊന്നുമില്ലേ ചേച്ചി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത്താഴം ഉണ്ട്. അപ്പോൾ ചേച്ചി പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, അത്താഴമൊക്കെ എല്ലാം കഴിഞ്ഞു മതി. അവന് വിശപ്പ് കൂടുതലായിരിക്കും ആ സമയത്ത്, ക്ഷീണം കൊണ്ട് അല്ലടാന്ന് ചോദിച്ചു. അവൻ എന്നെയും നോക്കി. എൻ്റെ ദേഹത്ത് വല്ലാത്ത ഒരു കിളിക്കിളിപ്പ് അനുഭവപ്പെട്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, വാ ഞങ്ങളുടെ നടുക്ക് ഇവിടെ ഇരിക്കാൻ. ഞാൻ പറഞ്ഞു, വേണ്ടാന്ന്, വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ചേച്ചി പിടിച്ച് അവരുടെ നടുക്കിരുത്തി. എന്നിട്ട് ചേച്ചി അവനോട് ചോദിച്ചു, സമീറ മോനെ, നിനക്കിഷ്ടപ്പെട്ടോ നിൻ്റെ ഈ ചേച്ചിയെന്ന്? അപ്പോൾ അവൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് സംസാരിക്കേ, ഞാനൊന്ന് മേല് കഴുകിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ചേച്ചി ഗസ്റ്റ് റൂമിലേക്ക് പോയി. അവൻ എന്നെ ചേർത്ത് നിർത്തിയിട്ട് ചോദിച്ചു, അല്ല ചേച്ചിക്ക് ഒത്തിരി പേടിയാണോ? ഭർത്താവ് ഗൾഫിലല്ലേ, എല്ലാം എന്നോട് ആൻറ്റി പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു. അല്ല, ആൻറ്റി എന്നാണ് വിളിക്കുന്നത്, അതൊക്കെ ചുമ്മാ പുറത്തുള്ള സംബോധനയല്ലേ. ചേച്ചി ഇപ്പോൾ ചേച്ചിന്ന് വിളിക്കാം. ഇത്തിരി കഴിയുമ്പോൾ എൻ്റെ പൊന്നൂട്ടി
എന്ന് വേണമെങ്കിൽ വിളിക്കാമല്ലോ. അതുപോലെ ചേച്ചിക്ക് തിരിച്ച് എന്നെ പൂരപ്പാട്ടോ അല്ലെങ്കിൽ മോനെ ചക്കരെ എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ എന്ന് പറഞ്ഞ് അവൻ പതുക്കെ എന്നെ ഒന്നുകൂടി ചേർത്തണച്ചു. ഏതോ വിശിഷ്ടമായൊരു ഗന്ധം അവൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അവൻ്റെ ചെവിയിൽ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് എന്താണെന്ന് പറയട്ടെ. ആരും ഇതുവരെയും ഉടച്ചു വാർക്കാത്തതുപോലെ രണ്ട് ദിക്കിലുമായി നിൽക്കുന്ന രണ്ട് മലകൾ എന്നവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനൊന്നുമല്ല മോനെ, എനിക്കൊരു കുട്ടി ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ. കുട്ടിയെന്ന് പറയാൻ പറ്റില്ല, അവളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ അമ്മായിയമ്മയാണ് നിൻ്റെ ആൻറ്റി. അതൊക്കെ എനിക്കറിയാം, എല്ലാ ആൻറ്റി എന്നോട് പറഞ്ഞതാണ്. എന്നാലും നല്ലത് കണ്ടാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ചേച്ചി എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. മിണ്ടാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. കാര്യം ദ്രുതവേഗം അതിവേഗമുള്ള കരചലനങ്ങൾ മുന്തിരിപ്പൂ മുട്ടുകളെ സമ്മർദ്ദതന്ത്രത്തിൽ ആഴ്ത്തിക്കൊണ്ടിരുന്നു. അത് ഒരു തുടക്കം മാത്രമാണ്. അവൻ ഒരു ശില്പചാതുര്യമുള്ളവനാണെന്ന് എനിക്ക് തോന്നി. അവൻ പണിഞ്ഞെടുക്കുന്ന ഒരു ശില്പമാകാൻ ഞാൻ കൊതിച്ചുപോയി. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് ഏറ്റവും നല്ല അവസരം. അതിന് ചേച്ചിക്ക് നന്ദി പറയണോ അതോ ഈ നിമിഷത്തെ നന്ദി പറയണോന്ന് അറിയില്ല. ഞാനും ഒരു സാലഭഞ്ജിക പോലെ അവിടെ ഇരിക്കുകയായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ ടെൻഷൻസൊക്കെ മാറി ഒന്ന് റിലാക്സ് ആയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുകയാണ്, എന്തിനാ ചേച്ചി കൈകൾ വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഈ തിരക്കിനിടയിൽ ചെക്കനെ ഒന്ന് മൈൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ എന്നെനിക്ക് അപ്പോഴാണ് ഒരു കുറ്റബോധം തോന്നിയത്. കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിലുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ആ കുറ്റബോധം തീർക്കാൻ വേണ്ടിയിട്ട് അവന് വേണ്ടി എൻ്റെ കൈകൾ നീളുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തായാലും ഇവൻ വ്യത്യസ്തനാണ്, എൻ്റെ ഭർത്താവിനെ പോലല്ല. പെട്ടെന്നാണ് ചേച്ചി പ്രത്യക്ഷപ്പെട്ടത്. ഞാനൊന്ന് ഞെട്ടിയെങ്കിൽ ചേച്ചി പറഞ്ഞു, വേണ്ട, ഈ നാണക്കെടുന്നും എൻ്റെ മുന്നിൽ വേണ്ട. എടാ മോനെ, ഒരു കാര്യം ചെയ്യ്, അവളെ കണ്ടിട്ട് അവൾക്കിനി ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ ദേ മുറിയിലേക്ക് അങ്ങ് പോകൂ, ഇവിടെ ഇരുന്ന് വെറുതെ സോഫ അഴുക്കാക്കണ്ട എന്ന് പറഞ്ഞു. നാണത്തോടുകൂടി ഞാനൊന്ന് ചിരിച്ചു. പക്ഷേ രാത്രി 11:30 ആയപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത്. അതുവരെ എന്ത് ചെയ്യാനാണ്? ആഗ്രഹിച്ചതാണെങ്കിലും ഇരട്ടിയിലധികം സമയം ചിലവായി. ഇരട്ടിയിലും 3 ഇരട്ടിയിലും അധികമുള്ള മാധുര്യങ്ങൾ എന്നെ തേടി വന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, എൻ്റെ ഭർത്താവിനെ എന്തിനാണ് വേറൊരു പെണ്ണ് രണ്ടാമത് സ്വീകരിച്ചത്? ഇങ്ങേർക്ക് എന്തിരിക്കുന്നു? എന്ത് കണ്ടിട്ട്? എന്ത് സമയം? ഒന്നുമില്ല. ഇതേപോലുള്ള പയ്യന്മാരെയൊന്നും അന്നെന്താ എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് കിട്ടാതിരുന്നത്? കാലം മാറിയത് കൊണ്ടാണോ? അതോ പണ്ടിങ്ങനെയുള്ള ആണുങ്ങളില്ലേ? എൻ്റെ ഭർത്താവിനോട് ആകെ എനിക്ക് ഫീലിംഗ് പുച്ഛം. അങ്ങനെ ഓർത്ത് കരഞ്ഞ ഞാൻ എന്ത് വിഡ്ഢിയാണ്. അങ്ങനെ ഭർത്താവായി വെച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ, അവൾക്ക് എങ്ങനെയാണോ ജീവിതം ആർക്കറിയാം? എന്ത് ഒലക്കിയിരിക്കുന്നു എന്ന് ഞാൻ ഓർത്തു. ഒരു നേരത്ത് തന്നെ 3 മാധുര്യം സൃഷ്ടിക്കാൻ കഴിവുള്ള അവൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത മിറക്കിളായിട്ട് തോന്നി മാഡം. അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി പൊട്ടിച്ചിരിച്ചു. അവനതൊന്നും ഒരു പ്രശ്നമല്ല. ആക്ച്വലി അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ഒത്തിരി ആളുകളുണ്ട്. നമ്മൾ പുറമേ കാണുന്ന പോലൊന്നുമല്ല. ചിലപ്പോൾ സൗന്ദര്യമില്ലാത്തവർക്കായിരിക്കും അത്തരം കഴിവുകൾ കൂടുതൽ കൊടുക്കുക. ചില സുന്ദരികളായ പെണ്ണുങ്ങളുടെ പാർട്ട്നേഴ്സിനെ കാണുമ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ഇവളെ കോന്തനെ കിട്ടിയെന്ന്. അതിന് പിന്നിൽ നമ്മൾക്ക് പലർക്കും അറിയാത്ത പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് മോളെ. ഇതൊക്കെ നഗ്ന സത്യങ്ങളാണെന്ന് തിരിച്ചറിയാൻ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകണമെന്ന് എനിക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അന്ന് എന്തായാലും അവൻ പോയപ്പോൾ അത്താഴം കഴിച്ചില്ല. എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. എന്തായാലും ചേച്ചിയുടെ ആശീർവാദത്തിൽ പിന്നീട് ഒത്തിരി പാതകൾ കാണാനും സഞ്ചരിക്കാനുമുള്ള വഴി എനിക്കുണ്ടായി. ചേച്ചിയും അതൊരു കംഫർട്ടബിൾ പ്ലേസ് ആയിട്ട് എടുത്തു. എങ്കിലും ചേച്ചി എനിക്ക് ഒത്തിരി മുൻഗണന തന്നു. ആദ്യം നീ, പിന്നെ ഞാൻ എന്നായിരുന്നു ചേച്ചിയുടെ ആപ്തവാക്യം. അതും എനിക്കൊത്തിരി ആശ്വാസമായി. ഇതിനിടയ്ക്ക് ഒരു വട്ടം എൻ്റെ ഹസ്ബൻഡ് 15 ദിവസത്തെ ലീവിന് വന്നു. അത്യാവശ്യമായിട്ട് ഇവിടെ ചില വസ്തുവിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. ആ സമയത്ത് എന്നോട് ചേച്ചി പറഞ്ഞു, എന്തായാലും നിൻ്റെ ഭർത്താവ് വലിയ കേമനാണെന്നല്ലേ നീ പറയുന്നത്? ഒരു കാര്യം ചെയ്യേ, നീ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന പോലെ എവിടെയെങ്കിലും പോകൂ. ആ സമയത്ത് ഞാൻ അങ്ങോട്ടേക്കൊന്ന് ചെല്ലാം. അവൻ്റെ കേമത്തിനും എനിക്കൊന്ന് തിരിച്ചറിയാവില്ലെന്ന് പറഞ്ഞു. വേണോ ചേച്ചി, റിസ്ക് അല്ലേന്ന് ചോദിച്ചപ്പോൾ, എന്ത് റിസ്ക്? നമ്മൾ എന്തിനാണ് റിസ്ക്
ടാസ്കുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് വൈകുന്നേരമാണ് വന്നത്. അപ്പോഴേക്കും ചേച്ചി അവിടെ വന്നിരുന്നു. അവിടെ ചേച്ചിക്ക് കൂടുതൽ സംസാരിക്കേണ്ടി വന്നില്ല. ചേച്ചിക്കുണ്ടോ ബെല്ലും ബ്രേക്കും ചേർന്നിരുന്നപ്പോൾ തന്നെ ഭർത്താവ് ഓക്കെ. പക്ഷെ ചേച്ചി എന്നോട് പറഞ്ഞു, അമ്പേ പരാജയമാണ് മോളെ. അവൻ ഓർത്തു കാണും അവൻ വലിയ കേമനാണെന്ന്. എനിക്ക് തോന്നുന്നത് അവൻ്റെ ഗൾഫിലുള്ള പാർട്ണർ അവൻ്റെ കയ്യിൽ നിന്ന് പണം വലിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൂടെ നിൽക്കുന്നതെന്ന്. എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നീ ഒരു പൊട്ടിയായതുകൊണ്ട് നിനക്കിതിൻ്റെ ഗുഡൻസ് അറിയാത്തതുകൊണ്ട് നീ ഭർത്താവിനെ പൂജിച്ച് നിന്നു എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ കളിയാക്കുകയും ചെയ്തു. അത് കറക്റ്റാണ്. ഇതിനിടയ്ക്ക് മകളും മരുമകനും തമ്മിലുള്ള ജീവിതം വളരെ നല്ലതായിരുന്നു. ഒരു വട്ടം വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായതുപോലെ ഞങ്ങൾക്ക് തോന്നി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്കിപ്പോഴും കുട്ടികളൊന്നും വേണ്ട, കുറേ നാൾ കഴിഞ്ഞ് മതി, അതിൻ്റെ പ്ലാനിങ് ആയിരുന്നു. പക്ഷേ ഇടയ്ക്ക് പ്ലാനിങ് ഒന്ന് തെറ്റി. അങ്ങനെ ഒരബദ്ധം സംഭവിച്ചു. അവർ രണ്ടുപേരും ഞങ്ങളെ രണ്ടുപേരെ അറിയിക്കാതെ ഹോസ്പിറ്റലിൽ പോയി എല്ലാം ക്ലിയർ ആക്കി. പക്ഷേ അത് കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ എൻ്റെ മോൾക്ക് കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. പിന്നീട് അതിൻ്റെ പേരിൽ ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി അവർ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞു. മുതിർന്നവരോട് പറയണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും തലകുനിച്ചു. എന്തായാലും എൻ്റെ മകൾക്ക് 3 മാസത്തെ റെസ്റ്റ് വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എങ്കിൽ മോളെ ഞാനിങ്ങി കൊണ്ടുവന്ന് നോക്കാം ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആളവിടെ റെസ്റ്റ് എടുത്തോട്ടെ, അവൾക്ക് പഠിക്കാനൊക്കെ പോയിട്ട് വരാനും എളുപ്പം അവിടെയല്ലേ എന്ന് പറഞ്ഞു. ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും രാത്രി 9 മണിയായപ്പോഴേക്കും കോളിംഗ് ബില്ല് കേട്ടു. ഞാനാണെങ്കിൽ പോയി വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും മരുമകനാണ്. അങ്ങനെ അവൻ രാത്രി തനിയെ വരാറുള്ളതല്ല. എന്താ മോനം ചോദിച്ചപ്പോഴേക്കും, ഓ ഒന്നുമില്ല, ഇന്നിവിടുന്ന് അത്താഴം കഴിക്കണം തോന്നി, അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചു. ചോറിരിപ്പുണ്ട്, ഞാൻ വേണമെങ്കിൽ 2-3 കറികൾ ഇപ്പോൾ വയ്ക്കാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് അവൻ അവിടെ വെയിറ്റ് ചെയ്തു. ഞാൻ അടുക്കളയിൽ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവൻ പുറകിൽ കൂടെ വന്നിട്ട് എന്നോട് ഇത്തിരി വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നീ എന്തായി കാണിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇപ്പം തന്നെ അമ്മയാണ് എന്നെ പറഞ്ഞു വിട്ടത്, നീ ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല, ഭാര്യയ്ക്ക് റെസ്റ്റ് അല്ലേ, അതുകൊണ്ട് അമ്മായിമ്മയുടെ അടുത്തോട് ചെല്ല്, അത്താഴം നിനക്ക് ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും കുറച്ച് ഞെട്ടിപ്പോയി. അമ്മയും മകനും കൂടി എല്ലാ കാര്യങ്ങൾക്കും ഇത്രയും സപ്പോർട്ടീവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ചേച്ചിയെ ഞാൻ ഫോൺ വിളിച്ചു. അവൻ എന്നോട് പറഞ്ഞ് ചോദിച്ചോ കുഴപ്പമൊന്നുമില്ലെന്ന്. ഞാൻ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ അമ്മ പൊട്ടിച്ചിരിക്കുകയാണ്. ഒന്നും കുഴപ്പമില്ലടി, ഒന്നിൻ്റെ കൂടെ ഒരു തള്ളം നീ വിചാരിച്ചാൽ മതി, നമുക്കിപ്പം ആരായാലും എന്താ, നമ്മളുടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നു പോയാൽ പോരെ. അത് മാത്രമല്ല അവനും ആവശ്യങ്ങളുടെ കാലഘട്ടമല്ലേ, നീ അത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇതൊന്നും ഒട്ടും ദഹിക്കുന്നില്ലെങ്കിലും ചെക്കനാണെങ്കിൽ ഒരു ദിവസം പോലും ഇങ്ങോട്ട് വരാതിരിക്കുന്നില്ല. ഇപ്പം പിന്നെ ചേച്ചി ഇങ്ങോട്ട് വരാറില്ല. 3 മാസം കഴിഞ്ഞിട്ട് മതി പഴയതുപോലെ ഔട്ട്സൈഡുള്ള കാര്യം എൻ്റെ മകൻ ആദ്യം ഒന്ന് റിലാക്സ് ആകട്ടെ എന്ന് പറയുന്നു. എനിക്കറിയില്ല ഇങ്ങനെയുള്ള അമ്മയും മകനും എങ്ങനെയാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല മാഡം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വലിയ ഉത്തരങ്ങളില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഇപ്പം അമ്മയും മകനുമാണെന്ന് വെച്ചു, അവർ തമ്മിലുള്ള ആ ബന്ധം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു, എങ്ങനെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റും, എങ്ങനെയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ സാഹചര്യം മൂലം സംഭവിച്ചതാണ്. എല്ലാ അച്ഛനും അമ്മമാരും ഇങ്ങനെ പെരുമാറാവൂ, ഇന്ന സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം അവരുടെ ഉള്ളിലെ ബന്ധങ്ങൾ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാര്യം അവരുടെ കഥ വേറെ ആയിരിക്കും, നിങ്ങളോട് അവർ പറഞ്ഞു കാണില്ല, അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കാണില്ല. അവിടെ പല പല അടിയൊഴുക്കുകളുമുണ്ട്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അത്രയ്ക്ക് സ്മൂത്താണോ, അത്രയ്ക്കും ഒരു പ്രശ്നമില്ലാത്തൊരു ഫാമിലിയാണോ അത്, അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള ദുരൂഹതകൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നാം. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യേണ്ട ഒരു ബന്ധം തന്നെയാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ ആകെ മൊത്തം രസമാണ്, ഇതിൽ കൂടി ഒഴുകിപ്പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ശരിയാകില്ല. ആകെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ ബന്ധങ്ങളിലൊക്കെ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. അതായിരിക്കും നിങ്ങളുടെ ഭാവിക്കും മോളുടെ ഭാവിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.